തിരിച്ചടിയാണ്. 2020 അതാ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നു. സേതു ശബരീനാഥൻ വിജയിച്ചിരിക്കുന്നു. ശബരീനാഥൻ വിജയിച്ചിരിക്കുകയാണ്. അല്ലപ്പം കവടിയാറത്തെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ബാധ്യവേദൻ കെ ശബരിനാഥന്റെ പ്രതികരണമാണ്. അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വരുമായിരിക്കും, ഇനി ബാക്കി കാര്യങ്ങൾ പറയുമായിരിക്കും. അദ്ദേഹം ഉറപ്പിക്കുകയാണ്, കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുകയാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് 3ാം സ്ഥാനത്തേക്ക് ഉൾപ്പെടെ പോയി എന്നുള്ള വാർത്ത അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അത്രയും ഗ്രൗണ്ടിൽ പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ തീർച്ചയായും. കാരണം UDF-നെ സംബന്ധിച്ച് ഈ പ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, വെള്ളമൊക്കെ കുടിച്ച് പുള്ളി സെറ്റ് ആവുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ശബരിനാഥനെ ഇറക്കി, അദ്ദേഹത്തിനെ കൊണ്ട് ഈ 1 മാസം മുൻപ് തന്നെ മേയർ സ്ഥാനാർത്ഥിയാക്കി തന്നെ ഇറക്കി പ്രചാരണമൊക്കെ തുടങ്ങിയതാണ്. ഈ UDF കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥൻ വിജയിച്ചു എന്നുള്ളത് ഒരു നല്ല വാർത്തയാണല്ലേ? ശബരിനാഥൻ വിജയിച്ചു എന്നുള്ള നല്ല വാർത്തയാണ്, വലിയ വാർത്തയാണ്. കവടിയാറിൽ കെ ശബരീനാഥൻ മുൻ MLA വിജയിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഒരു കൗതുക വാർത്ത. സേതുലക്ഷ്മി, തൃക്കാക്കര നഗരസഭയിൽ ഫലം വരും മുൻപേ ലഡു ഉണ്ടാക്കി വെച്ച സ്വതന്ത്രൻ സാബു ഫ്രാൻസിസ് ആ ലഡു വിതരണം ചെയ്യാൻ പോവുകയാണ്. സാബുവിന്റെ ലഡു എല്ലാവർക്കും വേണ്ടി സാബു വിജയിച്ചിരിക്കുന്നു. അതൊരു കോൺഫിഡൻസ്. ആ വാർത്ത കണ്ടപ്പോൾ എന്റെ മോനെ എങ്ങാനും ഒരു മറിച്ച് വിധി വന്ന എന്ത് ചെയ്യും ഈ ലഡു എന്ന് വിചാരിച്ചത്. കുടുംബക്കാരെ മുഴുവൻ ഉരുട്ടുവാ. പക്ഷെ ലഡു പാഴായില്ല. കേറി നടന്ന് ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചതിനും ഫലം ഉണ്ടായിരിക്കുകയാണ്. തൃക്കാക്കര നഗരസഭയിൽ ഒരു മാൻഡേറ്റ് നല്ലവരായിട്ടുള്ള കവടിയാറുള്ള എല്ലാ ആളുകൾക്കുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം വളരെ നല്ല രീതിയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ കാഴ്ചവെച്ച് BJP-യുടെയും LDF കാൻഡിഡേറ്റിനും അവരുടെ മെക്കാനിസം എല്ലാവർക്കും ഉള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈയൊരു ഫുൾ കണക്കുകൾ വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇതുവരെ 58 വാർഡുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ TV-യിൽ കാണിക്കുന്നത്. അതിലിപ്പോൾ തന്നെ UDF-ന് 13 സീറ്റുകളിൽ ലീഡുണ്ട്, അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ 13 സീറ്റുകളിലും ഭൂരിഭാഗം സീറ്റുകളും കഴിഞ്ഞ തവണ നമ്മൾ വിജയിക്കാത്ത സീറ്റുകളാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ കയ്യിലുള്ള ലിസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ 13 സീറ്റിൽ 10 സീറ്റും നമ്മൾ LDF നിന്നോ BJP-യിൽ നിന്നോ തിരിച്ചു പിടിക്കുന്ന സീറ്റുകളാണ്. അപ്പോൾ 51 സീറ്റുകൾ എണ്ണിയപ്പോൾ തന്നെ ഒരു നല്ല നമ്പർ ഉണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടുള്ള കണക്ക് വരട്ടെ. എല്ലായിടത്തും UDF-ന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും റെസ്പോൺസും വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ UDF ഉണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരും. ഓക്കെ, ശരി. അപ്പോൾ ശബരിനാഥൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല അടിച്ചു കയറി വരുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥന്റെ വിജയം അതൊരു പൊൻതൂവൽ തന്നെയാണ്. ഇരുട്ട് മധുരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കവടിയാർ ഡിവിഷനിൽ നിന്ന് കെ ശബരിനാഥൻ മുൻ MLA വിജയിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ LDF-ന് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ചെയ്തു. പന്തളം നഗരസഭയിൽ BJP പിടിച്ചെടുത്ത ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിവാദ പ്രക്ഷോഭ കാലത്ത് അതിന്റെ ആനുകൂല്യത്തിൽ BJP പിടിച്ചെടുത്തിട്ടുള്ള പന്തളം നഗരസഭയിൽ LDF മുന്നേറുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോൾ പന്തളത്ത് BJP-യും LDF-ഉം തമ്മിലുള്ള ഇഞ്ചോടിഞ്ച്, UDF-ഉം LDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ചാണ്. LDF 8, UDF 7, BJP 5 എന്നുള്ളതാണ് പന്തളത്തെ ഇപ്പോഴത്തെ ചിത്രം. പാലക്കാട് നഗരസഭയിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ UDF-ന്റെ മുന്നേറ്റമാണ്. 13-9-7, അതായത് UDF 13, NDA 9, അതേസമയം തന്നെ BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. കോട്ടയം ജില്ലയിൽ അവർ ഭരിക്കുന്ന പള്ളിക്കത്തോട് പഞ്ചായത്തിൽ BJP-ക്ക് ഭരണം നഷ്ടമാവുകയാണ്. പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. UDF 6, LDF 5, BJP 4. പെരുമ്പാവൂർ നഗരസഭ ഭരണം നിലനിർത്തി UDF എന്നുള്ളതാണ്. 29 സീറ്റിൽ UDF 16, LDF 11, BJP 2 എന്നിങ്ങനെ. അടുത്തത് പോകുന്നതിന് മുൻപ് പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി, കോഴിക്കോട് എന്താണ് സംഭവിക്കുന്നത്? മുസാഫർ അഹമ്മദ് തോറ്റു, PM നിയാസ് തോറ്റു, മാറി വരികയാണ്. കോഴിക്കോട് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അതിൽ കോഴിക്കോട് നിലവിൽ കോർപ്പറേഷനിൽ LDF-ന് ലീഡുണ്ടെങ്കിൽ പോലും അവർക്ക് പ്രധാനപ്പെട്ട തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള CP മുസാഫർ അഹമ്മദ് തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. 266 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായ അബൂബക്കറിനോട് മുസാഫർ തോറ്റിട്ടുള്ളത്. മുസാഫർ അവിടെ മന്ത്രി ഉൾപ്പെടെ കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ തോറ്റിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരിക്കുന്ന LDF-ന് തിരിച്ചടിയാണ്. പയ്യാവൂർ പഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കുകയാണ്. കണിച്ചാർ പഞ്ചായത്ത് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു. ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു UDF ബത്തേരിയിൽ. പാലക്കാട് നോക്ക്, വീണ്ടും ഒപ്പത്തിനൊപ്പം UDF 13, ഒപ്പത്തിനൊപ്പം UDF 13, NDA 13. അജിത്തിനെ കിട്ടിയ ചോദിക്കായിരുന്നു. PCR അജിത്തിനെ ഒന്ന് കണക്ട് ചെയ്താൽ കൊള്ളാം. പാലക്കാട് ഒപ്പത്തിനൊപ്പം
കൂടിയുണ്ട്. സഹിനെ, കൊച്ചി തൂക്കി UDF. അതെ അതെ, കൊച്ചി UDF തൂക്കിയിരിക്കുകയാണ്. കൊച്ചിയിൽ UDF ഭരണം വന്നിരിക്കുന്നു. UDF കൊച്ചിയിൽ ഭരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇടത് മുന്നണിയുടെ വിജയത്തിന് ശേഷം ദാ ഇപ്പോൾ UDF കൊച്ചി കോർപ്പറേഷൻ എടുത്തു. UDF-ന് കിട്ടി. UDF നേടി. കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചു. UDF-ന് കിട്ടി. പിന്നെ തീർച്ചയായിട്ടും ഇത് നേരത്തെ പറഞ്ഞല്ലേ സഹിനെ, നമ്മൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ. വലിയ സന്തോഷത്തിലാണ് പ്രവർത്തകരെല്ലാവരും. അവര് UDF കാലങ്ങൾക്ക് ശേഷം ഭരണം ഉറപ്പിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. വലിയ വാർത്ത എന്ന് ഞാൻ പറയുന്നത് വയനാട്ടുകാരനായതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി അറിയാം. UDF വയനാട്ടിലെ വൈത്തിരി പഞ്ചായത്ത്, LDF-ന്റെ കുത്തകയായിട്ടുള്ള വയനാട്ടിലെ വൈത്തിരി പഞ്ചായത്ത് UDF അട്ടിമറിച്ച് ജയിച്ചിരിക്കുന്നു. 15-ൽ 8 സീറ്റ് നേടി UDF അധികാരത്തിലേക്ക് വരികയാണ്. കോഴിക്കോട്ടെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത്, കെ സുനിൽ ഓർമ്മയില്ലേ, കാട്ടുപന്നിയെ വെടിവെക്കാൻ പോയ കെ സുനിലിന്റെ പഞ്ചായത്തിൽ ഭരണം UDF. എനിക്കൊരു വലിയ വാർത്ത പറയാനുണ്ട്. ശാസ്ത്രമംഗലം താർ ശ്രീലേഖ ലീഡ് ചെയ്യുന്നു, ജയത്തിലേക്ക് പോകുന്നു. ശാസ്ത്രമംഗലം താർ ശ്രീലേഖ ലീഡ് ചെയ്യുന്നു, ജയത്തിലേക്ക് പോകുന്നു. ഈ ഒരു മുൻ DGP-യുടെ നൃത്തം നമ്മൾ കണ്ടതാണ്. ആ നൃത്തം പാഴായില്ല. ഇതാ വിജയത്തിലേക്ക് പോകുന്ന നമ്മുടെ അജിത്തുണ്ട്. അജിത്തെ ഒപ്പത്തിനൊപ്പമാണ് പാലക്കാട്ടെ കാര്യങ്ങൾ. പാലക്കാട് UDF 13, NDA 13, LDF 7. ശക്തമായ പോരാട്ടം, ത്രികോണ മത്സരം തന്നെ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ഈ തരത്തിൽ മത്സരം മാറുന്നു. UDF-ഉം NDA-യും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം. അല്പസമയം മുമ്പ് വരെ UDF ലീഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ BJP-യുടെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണാൻ തുടങ്ങിയതോടുകൂടിയാണ് UDF NDA ഇത്തരത്തിൽ 13-ലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് ചിറ്റൂരിൽ LDF-ന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. UDF തിരിച്ച് ചിറ്റൂർ നഗരസഭയിൽ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഷൊർണൂർ ഒറ്റപ്പാലത്തും LDF ഭരണം നിലനിർത്തി. അപ്പോൾ ഇനി അറിയേണ്ടത് മണ്ണാർക്കാടെയും പാലക്കാട്ടെയും സാഹചര്യമാണ്. അതിൽ പാലക്കാട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ്. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് ഈ കാഴ്ച. സേതുലക്ഷ്മി, ഒരുപാട് ചോദ്യങ്ങൾ LDF നേരിടേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ള അടിത്തട്ടിൽ ചർച്ചയായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നേരിടേണ്ടി വരും. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള ചോദ്യം നേരിടേണ്ടി വരും. ഈ വലിയ ക്ഷേമ പെൻഷൻ ബജറ്റ്, മിനി ബജറ്റ് സർക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുത്തില്ലേ എന്നുള്ള ചോദ്യം നേരിടേണ്ടി വരും. അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതും. ഇത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് പിടിച്ചില്ലാന്നടക്കം പറയേണ്ടി വരും. ഉറപ്പായും രാഹുൽ മാങ്കൂട്ടം വർക്ക് ചെയ്തോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ നേരിടേണ്ടി വരും.